എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിപ്പോൾ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ലോങ് വീഡിയോ, അതായത് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ബൈബിൾ വായിച്ചു, സങ്കീർത്തനങ്ങൾ അദ്ദേഹം വായിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്കതൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് വീണ്ടും, അതായത് ഒരാഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ ഒരു ലോങ് വീഡിയോ ആയിട്ട് അങ്ങനെ ഒരു ബൈബിൾ റീഡിങ് പോലെ ഇടണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ലോങ് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് നാളായി. എനിക്ക് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കാണുമായിരിക്കും. ഞാനിപ്പോൾ പുറത്തിറങ്ങി അതിൻ്റെ കുറച്ച് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കാണുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ശരിക്കും വന്നിട്ടുള്ള എന്നതിനാന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് ബൈബിൾ റീഡിംഗ് ആയിട്ടാണ് വന്നത്. അപ്പം നമ്മളിന്ന് സങ്കീർത്തനങ്ങൾ 10, 11, 12 വായിക്കാമെന്ന് വിചാരിച്ചാണ് വന്നേക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും പോയി പെട്ടെന്നൊരു ബൈബിൾ എടുത്തുകൊണ്ട് കേട്ടോ. എല്ലാവരും പെട്ടെന്ന് ഒരു ബൈബിൾ എടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് വായിക്കാം കേട്ടോ. ഒരു 5 സെക്കൻഡ് വരും, എല്ലാവരും പെട്ടെന്ന് പോയിട്ട് വാ. ഓക്കെ, അപ്പോൾ എല്ലാവരും ബൈബിളൊക്കെ എടുത്തോണ്ട് വന്നല്ലോ. പിന്നെ നമുക്ക് സങ്കീർത്തനങ്ങൾ 10 വായിച്ചു തുടങ്ങാം കേട്ടോ. സങ്കീർത്തനങ്ങൾ 10, എല്ലാവരും ബൈബിൾ പറഞ്ഞേ. എന്നിട്ട് സങ്കീർത്തനങ്ങൾ 10 എടുക്കും കേട്ടോ. നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. കർത്താവേ, എന്തുകൊണ്ടാണ് അവിടുന്ന് അകന്നു നിൽക്കുന്നത്? ഞങ്ങളുടെ കഷ്ടകാലത്ത് അവിടുന്ന് മറഞ്ഞിരിക്കുന്നത് എന്ത്? ദുഷ്ടർ ഗർഭോടെ പാവങ്ങളെ പിന്തുടർന്ന് പീഡിപ്പിക്കുന്നു. അവർ വെച്ച കെണിയിൽ അവർ തന്നെ വീഴട്ടെ. ദുഷ്ടൻ തൻ്റെ ദുരാഗ്രഹങ്ങളെക്കുറിച്ച് വൻപ് പറയുന്നു. അത്യാഗ്രഹി കർത്താവിനെ ശപിച്ചു തള്ളുന്നു. ദുഷ്ടൻ തൻ്റെ അഹങ്കാരത്തള്ളലാൽ അവിടുത്തെ അന്വേഷിക്കുന്നില്ല. ദൈവമില്ല എന്നാണ് അവൻ്റെ വിചാരം. അവൻ്റെ മാർഗങ്ങൾ എപ്പോഴും വിജയിക്കുന്നു. അവിടുത്തെ ന്യായവിധി അവന് കണ്ടെത്താത്ത വിധം ഉയരത്തിലാണ്. അവൻ തൻ്റെ ശത്രുക്കളെ പുച്ഛിച്ചു തള്ളുന്നു. ഞാൻ കുലുങ്ങുകയില്ല, ഒരു കാലത്തും എനിക്ക് അനർത്ഥമുണ്ടാവുകയില്ലെന്ന് അവൻ ചിന്തിക്കുന്നു. അവൻ്റെ വായ് ശാപവും വഞ്ചനയും ഭീഷണിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവൻ്റെ നാവിനിടയിൽ ദ്രോഹവും അധർമ്മവും കുടികൊള്ളുന്നു. അവൻ ഗ്രാമങ്ങളിൽ പതിയിരിക്കുന്നു. ഒളിച്ചിരുന്ന് അവൻ നിർദോഷരെ കൊല ചെയ്യുന്നു. അവൻ്റെ കണ്ണുകൾ നിസ്സഹായരെ ഗൂഢമായി തിരയുന്നു. പാവങ്ങളെ പിടിക്കാൻ അവൻ സിംഹത്തെ പോലെ പതിയിരിക്കുന്നു. പാവങ്ങളെ വലയിൽ കുടുക്കി അവൻ പിടിയിലമർത്തുന്നു. നിസ്സഹായൻ ഞെരിഞ്ഞമർന്ന് പോകുന്നു. ദുഷ്ടന്റെ ശക്തിയാൽ അവൻ നിലം പതിക്കുന്നു. ദൈവം മറഞ്ഞിരിക്കുന്നു, അവിടുന്ന് മുഖം മറച്ചിരിക്കുകയാണ്. അവിടുന്ന് ഒരിക്കലും ഇത് കാണുകയില്ല എന്ന് ദുഷ്ടൻ വിചാരിക്കുന്നു. കർത്താവെ, ഉണരണമേ. ദൈവമേ, അവിടുന്ന് കരമുയർത്തണമേ. പീഡിതരെ മറക്കരുതേ. ദുഷ്ടൻ ദൈവത്തെ നിഷേധിക്കുന്നതും അവിടുന്ന് കണക്ക് ചോദിക്കുകയില്ലെന്ന് ഹൃദയത്തിൽ മന്ത്രിക്കുന്നതും എന്തുകൊണ്ട്? അങ്ങ് കാണുന്നുണ്ട്. കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. അങ്ങ് അവ ഏറ്റെടുക്കും. നിസ്സഹായൻ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അനാഥന് അവിടുന്ന് സഹായകനാകണമല്ലോ. ദുഷ്ടന്റെയും അധർമ്മിയുടെയും ഭുജം തകർക്കണമേ. ദുഷ്ടതയ്ക്ക് അറുതി വരുന്നത് വരെ അത് തിരഞ്ഞു നശിപ്പിക്കണമേ. കർത്താവ് എന്നേക്കും രാജാവാണ്. ജനതകൾ അവിടുത്തെ ദേശത്തു നിന്ന് അറ്റുപോകും. കർത്താവെ, എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും. അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും. അവിടുന്ന് അവർക്ക് ചെവി കൊടുക്കും. അനാഥർക്കും പീഡിതർക്കും അങ്ങ് നീതി നടത്തിക്കൊടുക്കും. മണ്ണിൽ നിന്ന് മനുഷ്യൻ ഇനിമേൽ അവരെ ഭീഷണിപ്പെടുത്തുകയില്ല. അപ്പോൾ നമ്മളിപ്പോൾ സങ്കീർത്തനങ്ങൾ 10 വായിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സങ്കീർത്തനങ്ങൾ 11 വായിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി സങ്കീർത്തനങ്ങൾ 11 വായിക്കാം കേട്ടോ. നമുക്ക് സങ്കീർത്തനം 11 ചുമ്മാ നടന്നുകൊണ്ടൊക്കെ വായിക്കാം കേട്ടോ. അപ്പോൾ സങ്കീർത്തനം 11 എന്ന് പറയുന്നത് നീതിമാന്റെ ആശ്രയമാണ്. ഞാൻ കർത്താവിൽ അഭയം തേടുന്നു. പക്ഷിയെ പോലെ പർവ്വതങ്ങളിൽ പോയി ഒളിക്കുകയെന്ന് നിങ്ങൾക്ക് എന്നോട് എങ്ങനെ പറയാൻ കഴിയും? നിഷ്കളങ്ക ഹൃദയരെ ഇരുട്ടത്ത് എയ്യാൻ വേണ്ടി ദുഷ്ടന്മാർ വില്ലുകൊലച്ച് അമ്പു തൊടുത്തിരിക്കുന്നു. അടിത്തറ തകർന്നാൽ നീതിമാൻ എന്തു ചെയ്യും? കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. അവിടുത്തെ സിംഹാസനം സ്വർഗത്തിലാണ്. അവിടുത്തെ കണ്ണുകൾ മനുഷ്യമക്കളെ കാണുന്നു. അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. കർത്താവ് നീതിമാനെയും ദുഷ്ടനെയും പരിശോധിക്കുന്നു. അക്രമം ഇഷ്ടപ്പെടുന്നവനെ അവിടുന്ന് വെറുക്കുന്നു. ദുഷ്ടരുടെ മേൽ അവിടുന്ന് തീക്കനലും ഗന്ധകവും വർഷിക്കും. അവരുടെ പാനപാത്രം നിറയെ ഉഷ്ണക്കാറ്റായിരിക്കും. കർത്താവ് നീതിമാനാണ്. അവിടുന്ന് നീതിയുക്തമായ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. അപ്പോൾ ഇതാണ് സങ്കീർത്തനങ്ങൾ 11. പിന്നെ നമുക്ക് സങ്കീർത്തനങ്ങൾ 12 കൂടെ വായിച്ചാലോ? ആരും മടുക്കുന്നില്ലല്ലോ അല്ലേ? മടുക്കരുത് കേട്ടോ. ഇതൊക്കെ നമുക്ക് വലിയൊരു അനുഗ്രഹം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്കിനി സങ്കീർത്തനങ്ങൾ 12 കൂടെ വായിച്ചിട്ട് നിർത്താം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി സങ്കീർത്തനം 12 കൂടെ വായിക്കാം കേട്ടോ. കാവട്ടി നിറഞ്ഞല്ലോ. കർത്താവെ, സഹായിക്കണമേ. ദൈവഭക്തർ ഇല്ലാതായിരിക്കുന്നു. മനുഷ്യമക്കളിൽ വിശ്വസ്തരാരും ഇല്ലാതായി. ഓരോരുത്തരും
അയൽക്കാരനോട് അസത്യം പറയുന്നു. അവരുടെ അധരങ്ങളിൽ മുഖസ്തുതിയും ഹൃദയത്തിൽ കാപട്യവുമാണ്. മുഖസ്തുതി പറയുന്ന അധരങ്ങളും വീമ്പിളക്കുന്ന നാവും കർത്താവ് ഛേദിച്ചു കളയട്ടെ. നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും, അധരങ്ങൾ ഞങ്ങൾക്ക് തുണയുണ്ട്. ആരുണ്ട് ഞങ്ങളെ നിയന്ത്രിക്കാൻ എന്നവർ പറയുന്നു. എന്നാൽ കർത്താവ് അരുൾ ചെയ്യുന്നു, ദരിദ്രർ ചൂഷണം ചെയ്യപ്പെടുന്നു, പാവപ്പെട്ടവർ നെടുവീർപ്പിടുന്നു. അതിനാൽ അവർ ആശിക്കുന്ന അഭയം ഞാൻ അവർക്ക് നൽകും. കർത്താവ് വാഗ്ദാനങ്ങൾ നിർമ്മലമാണ്, ഉലയിൽ ഏഴാവൃത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളിയാണ്. കർത്താവെ, ഞങ്ങളെ കാത്തുകൊള്ളണമേ, ഈ തലമുറയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദുഷ്ടർ എങ്ങും പരതി നടക്കുന്നു. മനുഷ്യപുത്രരുടെ ഇടയിൽ നീചത്വം ആദരിക്കപ്പെടുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വായിച്ചത് സങ്കീർത്തനങ്ങൾ 10, 11, 12 ഞാൻ വിചാരിക്കുന്നു നിങ്ങളും എൻ്റെ ഒപ്പം ഈ സങ്കീർത്തനങ്ങൾ 10, 11, 12 എൻ്റെ ഒപ്പം നിങ്ങളും എൻ്റെ കൂടെ വായിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വായിക്കണം കേട്ടോ ഈ ബൈബിൾ. ഇപ്പോൾ എൻ്റെ കൂടെ വായിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾ ബൈബിളിൽ നിങ്ങൾക്കിപ്പോൾ സങ്കീർത്തനങ്ങൾ 10, 11, 12 ഇന്ന് നമ്മൾ വായിച്ചത്. അപ്പം നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾ അതൊക്കെ ഒന്ന് എടുത്ത് വായിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും അത് വായിക്കണം കേട്ടോ. അപ്പോൾ ശരി, ഓക്കെ, ബൈ ബൈ.